വത്സലാമത് വിമാനത്തിലേക്ക് കയറുന്നു ഗൈസ്. ഓക്കെ നമ്മൾ ഇന്നലെ നിർത്തിയോടത്തുനിന്ന് നമ്മളിന്ന് തുടങ്ങുകയാണ്. ഓക്കെ, ഇതാ നമ്മളങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇതാ കയറുകയാണ് മക്കളെ. ഇതാ കയറി കണ്ണങ്ങൾ. ഓക്കെ, നമ്മളിത് എയർപോർട്ടിലേക്ക് കയറി. ഓക്കെ, ഇതാ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണണ്ട, ഇതാ കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കയറി. ഓക്കെ, പിന്നെ എന്തായാലും നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോവേ വീഡിയോ എടുത്തിട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഗൈസ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഗൈസ് പാസ്പോർട്ട് സംഗതിയൊക്കെ എടുത്തിട്ടുണ്ട്. പൊന്നൂസ് ഇതാ തള്ളുന്നുണ്ട്. അമ്മ നടക്ക്, സുന്ദരി നടക്ക്. ഓക്കെ, എയർപോർട്ടിൽ എത്തിയിട്ട് ഗൈസ് മക്കളെ എത്തി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോഡി മാസ് എടുക്കലും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ഓക്കെ, ഗേറ്റ് 4 ആണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ടൈം വരുകൊണ്ട് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഒക്കെ നമ്മൾ എഴുതി വെച്ചിരുന്നു. പിന്നെ 2-3 അറിയുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് 12 മണിക്കാണ് ഫ്ലൈറ്റ്, 10:45 അപ്പോൾ എന്തായാലും ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരേ വിശ്രമം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കയറിയപ്പോൾ തന്നെ, ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഫുഡ് കഴിച്ച് പുറത്ത് തന്നെ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് പറയാം. കുറച്ചുകൊണ്ടല്ല, ഇവിടെ കുറച്ച് കഴിഞ്ഞ് വെയിറ്റിംഗ് ആണ്. ഓക്കെ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? തമ്മി ബെൽറ്റ് അടക്കം ഒരുപ്പിച്ചു. പാൻറ് കഴിഞ്ഞാടിയിട്ടിൻ്റെ ഇതാ വരുന്ന പോലെ. ആ എന്താണ് ഉറുമടി വെക്കണേ? അച്ഛറുമടിക്കാം. ആ ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറി. മത്സരം പാക്കിലുണ്ട്, ഇതാ വരുന്നു. ഓക്കെ, എവിടേക്കാണ്? ആ പാർക്കിക്ക് ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർക്ക് പെണ്ണ്. ഓക്കെ ഗൈസ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അമ്മ പോട്ടെ നടക്ക്. ഓക്കെ, വത്സലാമത് വിമാനത്തിലേക്ക് കയറുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ ഇറങ്ങി ഞങ്ങൾ. എന്താണ് എന്തത്? എൻ്റെ മക്കളെ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഇറങ്ങി. ഓക്കെ, ഇപ്പോൾ നമ്മളെ വണ്ടറടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും പൊന്നൂസ് എല്ലാവരും ബാക്കിൽ ഈ ബാക്കിൽ വരുന്നുണ്ട്. ഈ പെണ്ണിൻ്റെ വല്ലതൊരു പെൺകൂസ് അച്ഛൻ വാങ്ങിത്തരാം. ഓക്കെ, നമുക്ക് എന്താ വെച്ചാൽ നേരം ഓക്കെ വാങ്ങിത്തരാം കേട്ടാ. ഗൈസ് വന്നു, ഷൂ മാറ്റി അപ്പോൾ നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഒരു സിം എടുക്കണം നമുക്ക് ഇവിടെ നിന്ന്. സിം എടുത്തിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങും ഗൈസ്. ഓക്കെ, മലേഷ്യൻ എയർപോർട്ട് ഗൈസ് വന്ന. അപ്പോൾ ഓക്കെ മക്കളെ, നമ്മളിത് വന്നിറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ,
അപ്പോൾ അത് മക്കളെ നമ്മളെ ബസ്സിലേക്ക് കയറാം. അവർ നമ്മളെ കൂടെ ഉള്ള തന്നെ കേട്ടോ. അവസാനം നമുക്ക് പരിചയപ്പെടാം. ഓടിക്കാൻ തരുന്ന ഒരു റൗണ്ട് പോവാൻ നമുക്ക്. ബസ് ഓക്കെ. നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. മൂവാറ്റുപുഴ ആൾക്കാരുണ്ട്, ഗുരുവായൂരിലെ ആൾക്കാരുണ്ട്, കുറേ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അയക്കാം. നമ്മൾ റൂമിലേക്ക് പോയിട്ടില്ല. നമ്മൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മളെ ബസ്സിൽ എല്ലാവരും ഉണ്ട് അവിടെ കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വരട്ടെ, വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ പൂരി മസാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബിരിയാണിയും പറഞ്ഞു. ഞാൻ ബിരിയാണി കഴിച്ചു. ബിരിയാണി കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല, ഫുഡ് കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുടിക്കാൻ ഒരു കരിക്ക് പറഞ്ഞിട്ടുണ്ട്. 2 കരിക്ക് പറഞ്ഞിട്ടുണ്ട് കുടിക്കാൻ കേട്ടോ. സുന്ദരി അല്ലേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ വന്നപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ കണ്ടൊരു വണ്ടി വെൽഫെയർ ആട്ടോ. ടയാട്ടോടെ ഇത്തിരി നല്ലോണം ഉണ്ട്. ഇവിടുത്തെ ടാക്സിയാണോ തോന്നുന്നുണ്ട്. കുറേ എണ്ണം ഒരുപാടുണ്ട്. ഓക്കെ, അവളിപ്പോൾ വന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കരിക്ക് അത് നിർബന്ധം കഴിച്ച്. ഓക്കെ, 2 വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കരിക്കണങ്ങൾ അതിൻ്റെ കൂടെ തന്നെ സ്പൂണൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കോരി കഴിക്കാൻ കണ്ടോ. ഓക്കെ, അതായത് കുടിച്ചോക്കട്ടെ. മക്കളെ, അതാണ് നമ്മളെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഓഫീസ്. അതായത് അവർ കാണിച്ചതാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ടൂറിസ്റ്റ് ഉണ്ടാവും, കൊണ്ടമന ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ വന്നത് ഇതാ ഇതിലാട്ടോ, ഈ ബസ്സിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അതിൻ്റെ പേരെന്താണ്? ഫൈസാൻ. നമ്മളെ മുത്തുമണിയാണ്, നമ്മളെ കൂടെ തന്നെ ഉള്ള ആളാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഉണ്ട്. വത്സലാമ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ കാശ്, ഇത് പിങ്ക് പള്ളി എന്നാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, നല്ല വെയിലാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കണ പോലെ ഒന്നല്ല, നല്ല വെയിലുണ്ട്. നല്ല വെയിലുണ്ട്. ഓക്കെ, അറിയില്ല, വെയിൽ വന്നാൽ നമ്മൾ കണ്ണട വെക്കും. അത് വേറൊരു കാര്യമാണ്. എവിടെ വത്സലാമ? എവിടെ? എല്ലാവരും ഇവിടെ ഉണ്ട്. പൊന്നു സുന്ദരി പൊന്നൂസ് നടക്കുന്നുണ്ട്. എന്താണ് ഇത്ര നേരം ഞാനത് എടുത്തായിരുന്നു. വത്സലാമ എവിടെ? അമ്മ എവിടെ? ഇതാ അമ്മ അവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മ എന്ത് ഇതാണ് നമ്മളെ പള്ളിയുടെ നേരെ ഫ്രണ്ട് കേട്ടോ. ഒക്കെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താ പറയുക, നല്ല വെയിൽ പറഞ്ഞാൽ പൊള്ളണ വെയിൽ ഗൈസ്. ഓക്കെ, മക്കളെ, ഇതാണ് നമ്മളെ മലേഷ്യയിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇവിടം വരെ വന്നിട്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് പോരാന്നുള്ളതാണ്. ഓക്കെ, അയ്യോ മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാലും പോരാ, നല്ല പൊള്ളണ വെയിലാണ്. കാരണം അമ്മേ, ബസ് പോയി കയറാൻ വെക്കുക. കാരണം സൈക്കൂല മക്കളെ, വെയ്യ കേട്ടോ. താട്ടിന് വെയ്യ മക്കളെ. അല്ല ഇങ്ങനെ ഐസ്ക്രീം തിന്നണ ഐസ്ക്രീമിനൊക്കെ എന്താ വില എന്നറിയങ്ങള്. നമ്മളില്ലേ ഇവിടേക്ക് വരുന്ന ആൾക്കാർ പൈസ, അതായത് നമ്മളൊരു പാക്കേജ് ഒക്കെ എടുത്ത് വരുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരു 3000 2000 മാറ്റിയിട്ട് വരിക നല്ലത് എന്നൊക്കെ വന്നിട്ട് നമ്മളടുത്ത് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് പൈസ കൂടുതലെടുത്ത് വരികയായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഞാനില്ലേ ഏകദേശം ഒരു ഞാനിപ്പോൾ എമൗണ്ട് പറയണില്ല, ഞാൻ കുറച്ചൊരു പൈസ മാറ്റിയിട്ടാണ് വന്നത്. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഐസ്ക്രീം, വെള്ളം, അത് ഇത് ടോയ്, ഇതൊക്കെ പറഞ്ഞങ്ങനെ ഓരോന്ന് കാണുമ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പർച്ചേസ് ചെയ്യേണ്ട രീതിക്ക് തന്നെ കുറച്ച് പൈസയൊക്കെ അവിടെ നിന്ന് തന്നെ മാറ്റി വരികയായിരിക്കും നല്ലത് കേട്ടോ. ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഇതാക്കുമ്പോഴും പിന്നെ നമ്മളെ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ചാർജ് കൂടുതലാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കേട്ട്. ഓക്കെ, ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡും കാർഡൊക്കെ ഉണ്ട് കയ്യിൽ. ഞാനതൊന്നും ഇതുവരെ സ്വൈപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പൈസ തന്നെ മാറ്റി മറ്റേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, ഞങ്ങൾ എന്തായാലും നടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. നമ്മൾ ബസ്സിൻ്റെ സമയം ഇവിടെ വരുന്ന ടൈം ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അവിടെ തന്നെ ഇതാ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വരട്ടെ, ബസ് കാത്തിരിക്കുകയാണ് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പറയാൻ പറഞ്ഞൊരു കാര്യം, എയർപോർട്ടിൽ ഇറങ്ങി അപ്പം തന്നെ ഞാൻ പാസ്പോർട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സിം എടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ. ഓക്കെ, എൻ്റെ അതിലുള്ള സിം വരെ ഇതിൽ ഒട്ടിച്ച് അതേപോലെ തന്നെ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, തന്നു. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ 10 റുപ്യ കേട്ടോ. കണ്ടോ, ഇത് എത്ര റുപ്യാണ്?
ഇത് ഇവിടുത്തെ ഉറുപ്പ്യ അതങ്ങ് കാണിക്കാൻ വേണ്ടി വെച്ചാണ്. കണ്ടോ ഓക്കെ. ഞാൻ കുറച്ചൊരു എമൗണ്ട് കണ്ടോ ഇവിടുന്ന് ഒരു കുറച്ച് പൈസ കൂടുതൽ എടുത്തിട്ടുണ്ടാകുന്നു ഞാൻ. കാരണം വേറൊന്നുമല്ല, ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് ഞാൻ കുറച്ച് പൈസ കരുതി. കാരണം ഇനി നമുക്കത് ചിലവായില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ പോകുമ്പോൾ നമുക്കത് അവിടെ റിട്ടേൺ കൊടുക്കാം. ഓക്കെ. അതെ പൊന്നൂസിൻ്റെ പാക്കിംഗ് ആയിട്ടുള്ള കുറേ സംഗതികളൊക്കെ ഞാൻ ഇപ്രാവശ്യം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഞാൻ വാക്യൂം ബാഗ് ഒക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാത്തിനും മറ്റേ പിള്ളേരുടെ ഡ്രസ്സ് വെക്കാൻ സെപ്പറേറ്റ് സാധനങ്ങൾ, ഇന്നേഴ്സ് വെക്കാൻ സെപ്പറേറ്റ് സാധനങ്ങൾ, ചെരുപ്പ് വെക്കാൻ സെപ്പറേറ്റ് ബാഗ്സ്, അതൊക്കെ വാങ്ങി സെറ്റ് ആക്കിയിട്ട് ഞാൻ പെട്ടിയിൽ കൊണ്ടുവന്നു. പിന്നെ അതേപോലെ തന്നെ വേറെ കാര്യം, ഈ ഒരു പ്ലഗ് ഉണ്ടോ, ഈ ഒരു സാധനം ഇത് വാങ്ങി വന്നോളുണ്ടോ കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു പ്ലഗ് നിങ്ങൾ വരുമ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങി വന്നത്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങി വന്നതാണ്. കാരണം ഇവിടത്തൊക്കെ സ്വിച്ച് ബോർഡ് ഇങ്ങനെയാണ് കണ്ടോ. അപ്പോൾ അത് വാങ്ങി വന്നാണ് ഞാൻ. പിന്നെ ഇത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോളുന്നു. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്.